ഹായ് ഹലോ നമസ്കാരം. പേജ് 3 അക്കാദമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ICDS സൂപ്പർവൈസർ 10th ലെവൽ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകളാണ് നമ്മൾ ചെയ്യുന്നത്. അതിൽ ഇന്ന് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് നീതി ആയോഗ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ്. എന്തുകൊണ്ടാണ് നീതി ആയോഗ് എടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ ICDS സൂപ്പർവൈസറുടെ പരീക്ഷയ്ക്ക് ഈ നീതി ആയോഗ് എന്ന് പറയുന്ന ആ ഒരു ഭാഗത്ത് നിന്നൊരു ചോദ്യം ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ആ ചോദ്യം ഡിസ്കസ് ചെയ്യുകയും ഈ നീതി ആയോഗുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുക ഡിസ്കസ് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചുവടെ കാണുന്ന ആ റെഡ് കളർ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്തുകൊണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഈ വീഡിയോ ഷെയർ ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചുവടെ കാണുന്ന ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്തുകൊണ്ട് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ പുതിയ ബാച്ച് ഓഗസ്റ്റ് 19 ആരംഭിക്കുന്നത്. വളരെ കുറച്ച് സമയമേ ഉള്ളൂ ഇനി ബാച്ച് തുടങ്ങാനായിട്ട്. അപ്പോൾ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഇന്ന് തന്നെ നിങ്ങളുടെ അഡ്മിഷൻ ഉറപ്പാക്കുക. അപ്പോൾ ആദ്യം മുതൽ തന്നെ നമുക്ക് പഠിച്ചു പോകാനായിട്ട് സാധിക്കും. ആപ്ലിക്കേഷനിലൂടെയാണ് ക്ലാസ്സുകൾ നമുക്ക് തരിക. പേജ് 3 അക്കാദമിയുടെ ആപ്ലിക്കേഷൻ ഉണ്ട്. ആ ആപ്ലിക്കേഷനിലൂടെയാണ് നിങ്ങളിലേക്ക് ക്ലാസ് എത്തിക്കുന്നത്. യൂട്യൂബിൽ നമ്മൾ സൗജന്യ ക്ലാസ്സുകൾ തരും. അതുകൂടാതെ കൃത്യമായിട്ട് സിലബസ് അടിസ്ഥാനത്തിലുള്ള ക്ലാസ് നമ്മുടെ കോച്ചിങ് ഓൺലൈൻ ബാച്ചിലായിരിക്കും ഉണ്ടാവുക. അപ്പോൾ എന്തായാലും കൃത്യമായിട്ട് സിലബസ് അടിസ്ഥാനത്തിൽ സിസ്റ്റമാറ്റിക്കായിട്ട് പഠിക്കാനായിട്ട് ബേസ് മുതൽ പഠിച്ചു തുടങ്ങാനായിട്ട് ഇന്ന് തന്നെ നിങ്ങളുടെ അഡ്മിഷൻ ഉറപ്പാക്കുക. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ ക്ലാസ്സിലേക്ക് കടന്നാലോ. നോക്കുക, ഇത് ICDS സൂപ്പർവൈസർ 10th ലെവൽ 311/2019 എന്ന് പറയുന്ന ആ ഒരു കാറ്റഗറി നമ്പറിൽ വിളിച്ചിട്ടുണ്ടായിരുന്ന പരീക്ഷയുടെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലെ ഒരു ചോദ്യമാണ്. എന്താണ് ചോദ്യം? കേന്ദ്ര ആസൂത്രണ കമ്മീഷന് പകരം നിലവിൽ വന്ന നീതി ആയോഗ് ആരംഭിച്ചത് എപ്പോൾ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ എന്താണ് നമുക്ക് ക്വസ്റ്റ്യൻ മനസ്സിലാക്കാം. കേന്ദ്ര ആസൂത്രണ കമ്മീഷനിലെ പ്ലാനിംഗ് കമ്മീഷന് പകരം നിലവിൽ വന്നിട്ടുള്ള നീതി ആയോഗ് ആരംഭിച്ചത് എപ്പോൾ? 2014, 2015, 2019, 2016. നിങ്ങൾക്ക് അറിയുമെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഏതാണ്? 2014 ആണോ, 15 ആണോ, 19 ആണോ, 16 ആണോ? പെട്ടെന്നൊന്ന് കമൻറ്റ് ചെയ്തേക്കണേ. ഓക്കെ, കമൻറ്റ് ചെയ്തെന്ന് വിശ്വസിക്കുന്നു. നോക്കുക, ഇവിടെ ഉത്തരം എന്ന് പറയുന്നത് 2015 എന്ത് വന്നിട്ടുള്ളത്? ഈ പറയുന്ന നീതി ആയോഗ് ആരംഭിച്ചിട്ടുള്ളത് 2015 നീതി ആയോഗ് ആരംഭിച്ചിട്ടുള്ളത്. ഓക്കെ, ഇത് നമ്മുടെ ആ പരീക്ഷയിൽ ഉണ്ടായിരുന്ന ഒരു ക്വസ്റ്റ്യനാണ്. നമുക്ക് എന്തായാലും നീതി ആയോഗ് റിലേറ്റ് ചെയ്തിട്ട് കുറച്ച് കാര്യങ്ങൾ എന്തായാലും പെട്ടെന്നൊന്ന് നോക്കാം. ഓക്കെ, നോക്കുക, നമ്മൾ ഓഗസ്റ്റ് 19 ക്ലാസ് ആരംഭിക്കുന്നത്. അപ്പോൾ മറക്കണ്ട, ഇന്ന് തന്നെ നിങ്ങളുടെ അഡ്മിഷൻ ഉറപ്പാക്കുക. പരീക്ഷ വരെയുള്ള പരിശീലനമാണ്. അതുപോലെ തന്നെ ഒഴിവ് സമയത്ത് നിങ്ങൾക്ക് പഠിക്കാനുള്ള സൗകര്യമുണ്ട്. അത് രാവിലെയുള്ള ലൈവ് ക്ലാസ് ഉണ്ട്. അത് കൂടാതെ തന്നെ റെക്കോർഡ് ക്ലാസ്സുകളെല്ലാം തന്നെ നിങ്ങൾക്ക് തരും. ലൈവ് അറ്റൻഡ് ചെയ്താലും ഇല്ലെങ്കിലും നിങ്ങൾക്ക് റെക്കോർഡ് കംപ്ലീറ്റ് സിലബസ് ആയിട്ട് തന്നെ കിട്ടും. കൃത്യമായിട്ടുള്ള റിവിഷൻ പ്ലാനുകൾ ഉണ്ടാവും. അപ്പോൾ എന്ത് ചെയ്യുക, ഇനി ഒട്ടും വൈകണ്ട, ഇന്ന് തന്നെ നിങ്ങളുടെ അഡ്മിഷൻ ഉറപ്പാക്കുക. ഓക്കെ, നമ്മൾ നോക്കുക, ഇന്ത്യൻ ആസൂത്രണ കമ്മീഷന് പകരമായിട്ട് ഇന്ത്യൻ പ്ലാനിംഗ് കമ്മീഷൻ ഉണ്ടല്ലോ, ഈ പ്ലാനിംഗ് കമ്മീഷന് പകരമായിട്ട് വന്നിട്ടുള്ള പുതിയ സംവിധാനമാണ് നീതി ആയോഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇന്ത്യൻ ആസൂത്രണ കമ്മീഷന് പകരമായിട്ട് വന്ന പുതിയ സംവിധാനത്തെയാണ് നീതി ആയോഗ് എന്ന് പറയുന്നത്. 2015 അത് വന്നത് എന്നുള്ളത് നമ്മൾ ആ ക്വസ്റ്റ്യനിലൂടെ നമ്മൾ നോക്കി. 2015 ജനുവരി 1 ഇത് നിലവിൽ വരുന്നത്. 2015 ജനുവരി 1 നീതി ആയോഗ് നിലവിൽ വരുന്നത്. വർഷം നോക്കുക, 2015 ജനുവരി 1. ഇനി നോക്കുക, നീതി ആയോഗ് എന്ന് പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. എന്താണ് നീതി ആയോഗ് നോക്കുക എന്നുണ്ടെങ്കിൽ, നീതിയിലെ NITI അതാണ് നീതി, പിന്നീട് ആയോഗ്. നോക്കുക, അതായത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ എന്നുള്ളതാണ് ആ നീതി എന്ന് പറയുന്നത് അല്ലേ. നീതി ആയോഗ് എന്ന് പറയുന്നുണ്ടല്ലോ. അതിൽ NITI എന്താണ് ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ, അതാണ് നീതി. ഓക്കെ, അപ്പോൾ നീതി ആയോഗ് ഇതിൻ്റെ ഫുൾ ഫോമൊക്കെ ഒരു പക്ഷേ ചോദിക്കാം. അതിനാണ് ആ ഫുൾ ഫോം കൂടെ ഞാൻ പറഞ്ഞു തന്നത്. ഇപ്പോൾ നീതി ആയോഗ് എന്താണ്? 2015 ജനുവരി 1 അത് നിലവിൽ വരുന്നത്. വർഷം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ എന്നുള്ളതാണ് അതിൻ്റെ നീതി എന്ന് പറയുന്നതിൻ്റെ പൂർണ്ണ നാമം എന്ന് പറയുന്നത്. നീതി ആയോഗ് എന്ന് പറയുന്നത് ഒരു ഉപദേശക സമിതിയാണ്. നീതി ആയോഗ് എന്താണ്? ഒരു ഉപദേശക സമിതിയാണ് എന്ന കാര്യം കൂടി നിങ്ങളിവിടെ മനസ്സിലാക്കി വെക്കുക. ക്ലിയർ അല്ലേ? നോക്കുക, അടുത്ത ഭാഗം നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണെന്ന് നോക്കുക പറഞ്ഞു കഴിഞ്ഞാൽ പരമാവധി ഭരണം. എന്താണ്? പരമാവധി ഭരണം മിനിമം സർക്കാർ. പരമാവധി ഭരണം മിനിമം സർക്കാർ. അത് നിങ്ങളെ മനസ്സിൽ പതിച്ചോണം. പരമാവധി ഭരണം മിനിമം സർക്കാർ. അത് ഇംഗ്ലീഷിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മാക്സിമം ഗവേണൻസ് മിനിമം ഗവൺമെൻറ്. മാക്സിമം ഗവേണൻസ് മിനിമം ഗവൺമെൻറ് എന്നത് ലക്ഷ്യം വെച്ചുകൊണ്ടാണ് നീതി ആയോഗ് രൂപം കൊണ്ടിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നീതി ആയോഗ് രൂപം കൊണ്ടിട്ടുള്ളത് എന്ത് ലക്ഷ്യം വെച്ചുകൊണ്ടാണ്? പരമാവധി ഭരണം മിനിമം സർക്കാർ. പരമാവധി ഭരണം മിനിമം സർക്കാർ, മാക്സിമം ഗവേണൻസ് മിനിമം ഗവൺമെൻറ്. അത് ഇംഗ്ലീഷിൽ പറയുമ്പോൾ. ഓക്കെ, ജസ്റ്റ് ആ വാക്കൊന്ന് മനസ്സിലാക്കി വെക്കുക. ഇനി നോക്കുക, ഇന്ത്യയുടെ
ഇനി അടുത്തത് മറ്റൊന്ന്, ഇന്ത്യയുടെ പോളിസി കമ്മീഷൻ എന്നറിയപ്പെടുന്നത് എന്താണ് എന്ന് ചോദിച്ചാൽ അല്ലേ, ഇന്ത്യയുടെ പോളിസി കമ്മീഷൻ എന്നറിയപ്പെടുന്നത് എന്താണ്? അതല്ലെങ്കിൽ മറ്റൊരു ചോദ്യം, ഇന്ത്യയുടെ തിങ്ക് ടാങ്ക് അല്ലേ, ഇന്ത്യയുടെ തിങ്ക് ടാങ്ക് എന്നറിയപ്പെടുന്നത് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ രണ്ട് പേരിലും അറിയപ്പെടുന്നത് നീതി ആയോഗാണ്. ഓക്കെ, അപ്പോൾ ഇന്ത്യയുടെ പോളിസി കമ്മീഷൻ അല്ലെങ്കിൽ ഇന്ത്യയുടെ തിങ്ക് ടാങ്ക് എന്നൊക്കെ അറിയപ്പെടുന്നത് എന്താണ് എന്ന് ചോദിച്ചാൽ അത് നീതി ആയോഗ് ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കണം. ഇന്ത്യയുടെ പോളിസി കമ്മീഷൻ, ഇന്ത്യയുടെ തിങ്ക് ടാങ്ക് എന്നറിയപ്പെടുന്നത് നീതി ആയോഗാണ്. നോക്കുക, ദേശീയ അന്തർദേശീയ പ്രാധാന്യമുള്ള സാമ്പത്തിക നയവിഷയങ്ങളിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് സാങ്കേതിക ഉപദേശം നൽകുക എന്നതാണ് പ്രധാന ചുമതല. നമ്മൾ പറഞ്ഞു അല്ലേ, നീതി ആയോഗ് എന്ന് പറയുന്ന ഒരു ഉപദേശക സമിതിയാണ്. നീതി ആയോഗ് എന്ന് പറയുന്ന ഒരു ഉപദേശക സമിതിയാണെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു. അപ്പം അതുകൊണ്ട് തന്നെ ദേശീയ അന്തർദേശീയ പ്രാധാന്യമുള്ള സാമ്പത്തിക നയവിഷയങ്ങളിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക്, നോക്കുക ഇവിടെ, കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് സാങ്കേതിക ഉപദേശം നൽകുക എന്നതാണ് പ്രധാന ചുമതല എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ഇനി നമുക്ക് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ചെയർമാൻ ആര്, CEO ആര്, വൈസ് ചെയർമാൻ ആര് എന്നുള്ള ചോദ്യങ്ങളൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിലവിലെയും നമ്മളോട് ചോദിക്കാം, മുൻപുണ്ടായിരുന്നതും ചോദിക്കാം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഇവിടെ ശ്രദ്ധിക്കുക. നോക്കുക, നീതി ആയോഗിൻ്റെ ചെയർമാൻ എപ്പോഴും പ്രധാനമന്ത്രിയായിരിക്കും. ആ കാര്യം മനസ്സിലാക്കുക, നീതി ആയോഗിൻ്റെ ചെയർമാൻ പ്രധാനമന്ത്രി ആയിരിക്കും. ഓക്കെ, അപ്പോൾ നീതി ആയോഗിൻ്റെ ആദ്യ ചെയർമാൻ 2015 നീതി ആയോഗ് വന്നല്ലേ, അന്ന് സമയത്ത് ആരായിരുന്നു പ്രധാനമന്ത്രി? നരേന്ദ്രമോദി അല്ലേ. അപ്പോൾ അദ്ദേഹം തന്നെ ആയിരിക്കുമല്ലോ അതിൻ്റെ എന്തെന്ന് പറയുന്നത് ചെയർമാൻ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ നീതി ആയോഗിൻ്റെ ആദ്യ ചെയർമാൻ ആരാണ്? നരേന്ദ്രമോദിയാണ്. നീതി ആയോഗിൻ്റെ ആദ്യ ചെയർമാൻ എന്ന് പറയുന്ന ആരാണ്? നമ്മുടെ അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന നരേന്ദ്രമോദി തന്നെയാണ്. ഇനി അടുത്തത് നീതി ആയോഗിൻ്റെ നിലവിലെ ചെയർമാൻ ആരാണ്? ഇപ്പോഴും ആരാണ് പ്രധാനമന്ത്രി? അദ്ദേഹം തന്നെയാണ്, നരേന്ദ്രമോദി തന്നെയാണ് അല്ലേ. അപ്പോൾ നരേന്ദ്രമോദി എന്ന് പറയാനായിട്ട് നമുക്ക് സാധിക്കും അല്ലേ. അപ്പോൾ നീതി ആയോഗിൻ്റെ ആദ്യ ചെയർമാൻ നരേന്ദ്രമോദി, അതുപോലെ തന്നെ നീതി ആയോഗിൻ്റെ നിലവിലെ ചെയർമാൻ ആര് തന്നെയാണ്? അദ്ദേഹം തന്നെയാണ്, നരേന്ദ്രമോദി തന്നെയാണ്. ക്ലിയർ അല്ലേ? ഓക്കെ, കാരണം നിലവിലും ആരാണ് പ്രധാനമന്ത്രി? നമ്മുടെ നരേന്ദ്രമോദി തന്നെയാണ് നമ്മുടെ പ്രധാനമന്ത്രി. ഓക്കെ, അപ്പോൾ പ്രധാനമന്ത്രി ആയിരിക്കും എന്താണ് ചെയർമാനായിട്ട് ഉണ്ടാവുക നീതി ആയോഗിൻ്റെ എന്ന കാര്യം നമ്മൾ ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മാത്രം മതി. അപ്പോൾ നമുക്ക് പെട്ടെന്ന് കിട്ടും. ക്ലിയർ അല്ലേ? ആദ്യത്തേതും ഇപ്പോഴത്തെ ആരാണെന്ന് മനസ്സിലായി. ഓക്കെ, ഇനി അടുത്തത് ആദ്യ ഉപാധ്യക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ആദ്യ ഉപാധ്യക്ഷൻ അല്ലേ, വൈസ് ചെയർമാൻ എന്ന് പറയുന്നത് ആരാണ്? അരവിന്ദ് പനഗരിയ. അരവിന്ദ് പനഗരിയ ആദ്യ ഉപാധ്യക്ഷൻ. ഓക്കെ, ആദ്യ ഉപാധ്യക്ഷനാണ് അരവിന്ദ് പനഗരിയ. പിന്നെ രണ്ടാമത്തെ ഉപാധ്യക്ഷൻ ചോദിക്കുകയാണെങ്കിൽ രാജീവ് കുമാർ. ഓക്കെ, അപ്പോൾ നീതി ആയോഗിൻ്റെ ആദ്യത്തെ ഉപാധ്യക്ഷൻ ആരാണ്? അത് അരവിന്ദ് പനഗരിയ. അരവിന്ദ് പനഗരിയാണ് ആദ്യത്തെ ഉപാധ്യക്ഷൻ. രണ്ടാമത്തെ ഉപാധ്യക്ഷൻ രാജീവ് കുമാറാണ്. രണ്ടാമത്തെ ഉപാധ്യക്ഷൻ രാജീവ് കുമാർ. ജസ്റ്റ് ആ പേര് മനസ്സിലാക്കുക. ആദ്യത്തെ ആളെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കുക. അരവിന്ദ് പനഗരിയ ആദ്യത്തെ ചെയർമാൻ ആണെങ്കിൽ നരേന്ദ്രമോദി ആദ്യത്തെ വൈസ് ചെയർമാൻ അല്ലേ, അതായത് ആദ്യത്തെ ഉപാധ്യക്ഷനാണെന്നുണ്ടെങ്കിൽ ആരാണ്? അത് അരവിന്ദ് പനഗരിയ. രണ്ടാമത്തേത് രാജീവ് കുമാർ. നിലവിലെ വ്യക്തി നമ്മൾ പഠിക്കണം, നിലവിലെ ഉപാധ്യക്ഷനാണ് സുമൻ ബെറി. നിലവിലെ ഉപാധ്യക്ഷൻ നീതി ആയോഗിൻ്റെ നിലവിലെ ഉപാധ്യക്ഷൻ സുമൻ ബെറി. നിലവിലെ നീതി ആയോഗിൻ്റെ ഉപാധ്യക്ഷൻ ആരാണ്? അത് സുമൻ ബെറിയാണ്. ഇനി നമ്മൾ CEO അല്ലേ, CEO ആണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ആദ്യത്തെ CEO ആണ് സിന്ധുശ്രീ ഗുള്ളർ. ഓക്കെ, ആദ്യത്തെ CEO ആരാണ്? സിന്ധുശ്രീ ഗുള്ളറാണ് ആദ്യത്തെ CEO എന്ന് പറയുന്നത്. നിലവിലെ CEO ആരാണ്? BVR സുബ്രഹ്മണ്യം. ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, CEO ഒക്കെ ചോദിക്കും. ഓക്കെ, അപ്പോൾ നീതി ആയോഗിൻ്റെ ആദ്യത്തെ CEO ആരാണ്? സിന്ധുശ്രീ ഗുള്ളറാണ് ആദ്യത്തെ CEO. നിലവിലെ CEO ആരാണ്? BVR സുബ്രഹ്മണ്യം. നോക്കുക, അപ്പോൾ ആദ്യത്തെ നമ്മൾ പഠിക്കുകയാണെങ്കിൽ ആദ്യ ചെയർമാൻ നരേന്ദ്രമോദി, ആദ്യത്തെ ഉപാധ്യക്ഷൻ അരവിന്ദ് പനഗരിയ, ആദ്യത്തെ CEO സിന്ധുശ്രീ ഗുള്ളർ. ഇനി നിലവിലെ ചെയർമാൻ നരേന്ദ്രമോദി, നിലവിലെ വൈസ് ചെയർമാൻ അല്ലെ, നിലവിലെ ഉപാധ്യക്ഷൻ ആരാണ്? സുമൻ ബെറി. നിലവിലെ CEO BVR സുബ്രഹ്മണ്യം. ക്ലിയർ അല്ലേ? അല്ലേ? ഇനി നമുക്കതിൻ്റെ ലക്ഷ്യങ്ങളാണ് നോക്കുന്നത്. എന്തിൻ്റെ ലക്ഷ്യങ്ങൾ? നീതി ആയോഗിൻ്റെ ലക്ഷ്യങ്ങളെ പറ്റിയിട്ട് വളരെ പ്രധാനപ്പെട്ട കുറച്ച് ലക്ഷ്യങ്ങൾ നോക്കാം. അത് വളരെ പ്രധാനപ്പെട്ടതാണ്, അതുകൊണ്ട് തന്നെ നിങ്ങൾ മനസ്സിലാക്കി വയ്ക്കുക. വ്യവസായ സേവന മേഖലകളിൽ സർക്കാർ പങ്കാളിത്തം കുറയ്ക്കുക എന്നാണ് വളരെ പ്രധാനപ്പെട്ട ആദ്യത്തെ ലക്ഷ്യങ്ങളിൽ ഒന്ന്. പറയുന്നത് എന്താണ്? വ്യവസായ സേവന മേഖലകളിൽ ആരുടെ? സർക്കാർ പങ്കാളിത്തം കുറയ്ക്കുക എന്നതാണ് നീതി ആയോഗിൻ്റെ ലക്ഷ്യങ്ങളിൽ ഒന്നായിട്ട് പറയുന്നത്. ഓക്കെ, നീതി ആയോഗിൻ്റെ ലക്ഷ്യങ്ങളിലെ ആദ്യത്തെ ലക്ഷ്യമായിട്ട് നമ്മളിവിടെ എന്താണ് പറഞ്ഞത്? വ്യവസായ സേവന മേഖലകളിൽ സർക്കാർ പങ്കാളിത്തം കുറയ്ക്കുക. അടുത്തത്
പ്രവാസി ഇന്ത്യക്കാരുടെ സേവനം ഉപയോഗപ്പെടുത്തുക. പ്രവാസി ഇന്ത്യക്കാരുടെ സേവനം ഉപയോഗപ്പെടുത്തുക. പ്രവാസി ഇന്ത്യക്കാരുണ്ടല്ലോ അല്ലേ, അവരുടെ സേവനം ഉപയോഗപ്പെടുത്തുക. അടുത്തത് സമ്പദ് വ്യവസ്ഥയുടെ ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുക. സമ്പദ് വ്യവസ്ഥയുടെ ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുക. ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക. അടുത്തത് പ്രബല മധ്യവർഗത്തെ സുസ്ഥിര സാമ്പത്തിക വളർച്ച നേടാൻ പ്രയോജനപ്പെടുത്തുക. പ്രബല മധ്യവർഗത്തെ എന്താണ്, സുസ്ഥിര സാമ്പത്തിക വളർച്ച നേടാൻ വേണ്ടിയിട്ട് പ്രയോജനപ്പെടുത്തുക. അടുത്തത് കാർഷിക മേഖലയെ മിശ്ര കാർഷിക ഉൽപാദനത്തിലൂടെ പുരോഗതിയിലേക്ക് എത്തിക്കുക. പിന്നീട് ആധുനിക സാങ്കേതിക വിദ്യയുടെ, വളരെ പ്രധാനപ്പെട്ടത്, ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ നഗരങ്ങളെ ആവാസ കേന്ദ്രങ്ങളാക്കി മാറ്റുക എന്നുള്ളതാണ്. പിന്നീട് ആഗോള മാറ്റങ്ങളുടെയും വിപണി ശക്തികളുടെയും ഇടപെടലുകൾ നേരിടാൻ രാജ്യത്തെ പ്രാപ്തമാക്കുക എന്നുള്ള പ്രധാനപ്പെട്ട കുറച്ച് ലക്ഷ്യങ്ങളാണ് നമ്മളിവിടെ നോക്കിയത്. ഈ ലക്ഷ്യങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. കാരണം നമ്മളോട് ചോദിക്കും, ഇനിയിപ്പോൾ ഇപ്പൊക്കെ പ്രസ്താവന രീതിയിലുള്ള ചോദ്യങ്ങളുണ്ട്, പക്ഷെ നിങ്ങൾക്ക് അധികം ഇല്ലെങ്കിലും ഒരു പക്ഷേ ഏതെങ്കിലും ഒന്നോ രണ്ടോ പ്രസ്താവനകൾക്ക് ചോദിച്ചാലും അല്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ മാച്ച് ദ ഫോളോയിങ് ഒക്കെ വരും. ഓക്കെ, അപ്പോൾ അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് നിങ്ങൾക്ക് സ്റ്റേറ്റ്മെൻറ്റ് രീതിയിൽ ചോദിക്കാവുന്നത് ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ നീതി ആയോഗിൻ്റെ ലക്ഷ്യങ്ങളിൽ പെടാത്തതേത്? ആദ്യത്തേത് പൊതുവ്യവസായ സേവന മേഖലകളിൽ സർക്കാർ പങ്കാളിത്തം കുറയ്ക്കുക എന്നുള്ളതിന് പകരം കൂട്ടുക എന്നായിട്ട് ചിലപ്പോൾ തരും അല്ലേ. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് ഇതൊന്ന് മനസ്സിലാക്കി പഠിക്കുക. ഓക്കെ അല്ലേ, ക്ലിയർ അല്ലേ? നോക്കുക. അടുത്തത് നീതി ആയോഗിൻ്റെ പ്രധാനമായും 2 ഹബ്ബുകളുണ്ട്. ജസ്റ്റ് ആ ഹബ്ബിൻ്റെ പേര്, ഓരോ ഹബ്ബ് എന്താണെന്നൊക്കെ അങ്ങനെ ഒരുപാട് ഡീപ്പായിട്ടൊന്നും നമ്മൾ പോകുന്നില്ല. നീതി ആയോഗിന് പ്രധാനമായിട്ട് 2 ഹബ്ബുകളുണ്ട്. അതിൽ ഒന്നാമത്തതാണ് ടീം ഇന്ത്യ ഹബ്ബ്. എന്താണ് ടീം ഇന്ത്യ ഹബ്ബ്? 2 നോളേജ് ആൻഡ് ഇന്നൊവേഷൻ ഹബ്ബ്. ടീം ഇന്ത്യ ഹബ്ബും നോളേജ് ആൻഡ് ഇന്നൊവേഷൻ ഹബ്ബ് 2 ഹബ്ബുകളുണ്ടെന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. ടീം ഇന്ത്യ ഹബ്ബും നോളേജ് ആൻഡ് ഇന്നൊവേഷൻ ഹബ്ബും. ഓക്കെ, ഇനിയാണ് നീതി ആയോഗിൻ്റെ ഘടനയാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. നീതി ആയോഗിൻ്റെ ഘടന നോക്കുകയാണെന്നുണ്ടെങ്കിൽ നീതി ആയോഗിന് ഒരു അധ്യക്ഷൻ ഉണ്ടല്ലേ അല്ലേ, അധ്യക്ഷൻ അല്ലെങ്കിൽ ചെയർമാൻ അല്ലേ. ചെയർമാൻ എപ്പോഴും ആരായിരിക്കുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ പ്രധാനമന്ത്രിയായിരിക്കും നീതി ആയോഗിൻ്റെ ചെയർമാൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. നിലവിലെ പ്രധാനമന്ത്രിയായിട്ടുള്ള നരേന്ദ്രമോദിയാണ് നിലവിലെ ചെയർമാൻ അല്ലേ. സോ ഇവിടെ പറഞ്ഞിട്ടുള്ള പ്രധാനമന്ത്രി അല്ലേ, ഇവിടെ പറഞ്ഞിട്ടുള്ള പ്രധാനമന്ത്രിയായിരിക്കും അധ്യക്ഷനായിട്ടുണ്ടാവുക. അപ്പോൾ നീതി ആയോഗിൻ്റെ ഘടന നമ്മൾ പറയുമ്പോൾ അതിലൊരു അധ്യക്ഷൻ ഉണ്ടാവും. ആ അധ്യക്ഷൻ ആരായിരിക്കും? പ്രധാനമന്ത്രി ആയിരിക്കും അധ്യക്ഷനായിട്ട് അവിടെ ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ അധ്യക്ഷനെ തിരഞ്ഞെടുക്കേണ്ട കാര്യമില്ല. ആരാണ് പ്രധാനമന്ത്രി? ആരാണോ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആരാണോ അദ്ദേഹമായിരിക്കും എന്തിൻ്റെ അധ്യക്ഷൻ എന്ന് പറയുന്നത്? നീതി ആയോഗിൻ്റെ അധ്യക്ഷൻ എന്ന് പറയുന്നത്. ഇനി അടുത്ത് ഒരു ഗവേണിംഗ് കൗൺസിൽ ഉണ്ടാവും. ഈ ഗവേണിംഗ് കൗൺസിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം നാഷണൽ ഡെവലപ്മെൻറ്റ് കൗൺസിൽ അല്ലേ, നാഷണൽ ഡെവലപ്മെൻറ്റ് കൗൺസിൽ NDC അല്ലേ, നാഷണൽ ഡെവലപ്മെൻറ്റ് കൗൺസിലിന് പകരമായിട്ട് രൂപം കൊണ്ടൊരു സംവിധാനമാണ് എന്തെന്ന് പറയുന്നത് ഈ ഗവേണിംഗ് കൗൺസിൽ എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ പ്ലാനിംഗ് കമ്മീഷന് പകരമായിട്ടാണല്ലോ നീതി ആയോഗ് പറഞ്ഞത് അല്ലേ. ഈ നീതി ആയോഗ് പഠിച്ചത് പ്ലാനിംഗ് കമ്മീഷന് പകരമായിട്ട് 2015 ജനുവരി 1 വന്നാണ് നീതി ആയോഗ്. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ പറഞ്ഞിട്ടുണ്ട് നാഷണൽ ഡെവലപ്മെൻറ്റ് കൗൺസിൽ NDC, നാഷണൽ ഡെവലപ്മെൻറ്റ് കൗൺസിൽ ഉണ്ടായിരുന്നു. അതിന് പകരമായിട്ട് രൂപം കൊണ്ട സംവിധാനമാണ് ഇത് ഗവേണിംഗ് കൗൺസിൽ എന്ന് പറയുന്നത്. അതായത് എല്ലാ സംസ്ഥാനങ്ങളിലെയും മുഖ്യമന്ത്രിമാരും നിയമസഭകളിലുള്ള കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ മുഖ്യമന്ത്രിമാരും മറ്റ് കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ ലഫ്റ്റനൻറ്റ് ഗവർണർമാരും ഉൾപ്പെടുന്നതാണ് ഈ ഗവേണിംഗ് കൗൺസിൽ എന്ന് പറയുന്നത് അല്ലേ. ഓക്കെ, അപ്പോൾ ഒരു ഗവേണിംഗ് കൗൺസിൽ ഉണ്ടാവും. ആ ഗവേണിംഗ് കൗൺസിലിൽ ആരൊക്കെ ഉണ്ട്? ജസ്റ്റ് ഇതൊക്കെ ഒന്ന് നോക്കി പോയാൽ മതി. ഇതൊന്നും അത്ര ഡീപ്പായിട്ട് നമ്മൾ പഠിക്കേണ്ട, എങ്കിലും ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞാണ്. ഓക്കെ, അപ്പോൾ ഗവേണിംഗ് കൗൺസിൽ ഒരു അധ്യക്ഷൻ്റെ കാര്യം പറഞ്ഞു, ഗവേണിംഗ് കൗൺസിലിൻ്റെ കാര്യം പറഞ്ഞു. ഇനി അടുത്തതാണ് റീജിയണൽ കൗൺസിൽ എന്ന് പറയുന്നത്. എന്താണ് റീജിയണൽ കൗൺസിൽ? ഓക്കെ, ഈ റീജിയണൽ കൗൺസിലിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിർദ്ദിഷ്ട പ്രാദേശിക പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് പ്രധാനമന്ത്രിയോ അദ്ദേഹത്തിൻ്റെ നോമിനിയോ അധ്യക്ഷനായും സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ ലഫ്റ്റനൻറ്റ് ഗവർണർമാരും ഉൾപ്പെടുന്ന സമിതിയാണ് റീജിയണൽ കൗൺസിൽ എന്ന് പറയുന്ന ഘടനയിൽ വരുന്നൊരു കാര്യം. ഇനി അടുത്ത 4ാമത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്പെഷ്യൽ ഇൻവൈറ്റീസ് ഉണ്ടാവും. അതായത് ആനുകാലിക പ്രാധാന്യമുള്ള പ്രത്യേക വിഷയങ്ങളിൽ പരിജ്ഞാനമുള്ളവരെ സ്പെഷ്യൽ ഇൻവൈറ്റീസ് ആയിട്ട് പ്രധാനമന്ത്രി നാമനിർദ്ദേശം ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു ഘടന എന്ന് പറയുന്നത്. ഇനി ഇതിനകത്ത് ഓരോരുത്തരുണ്ടാവും. ഓക്കെ, അതായത് ഇത് ജസ്റ്റ് കോമൺ ആയിട്ട്, അതായത് നീതി ആയോഗിൻ്റെ ഘടനയാണ്. അത് അധ്യക്ഷൻ ഉണ്ടാവും, പിന്നെ ഗവേണിംഗ് കൗൺസിൽ അതിൽ ആരൊക്കെ ഉണ്ടാവും എന്ന് നമ്മൾ പറഞ്ഞു. അതുകൂടാതെ പിന്നുള്ളത് റീജിയണൽ കൗൺസിലാണ്, അതിൽ ആരൊക്കെയാണ് ഉണ്ടാവുക എന്ന് നമ്മൾ പറഞ്ഞു. സ്പെഷ്യൽ ഇൻവൈറ്റീസ് ആയിട്ട് ആരൊക്കെ ഉണ്ടാവും, അവരുടെ പ്രാധാന്യം എന്താണ്, ജസ്റ്റ് അതൊന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. ഇതിൽ നിന്ന് അങ്ങനെ ചോദ്യങ്ങൾ വരുമോ എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റില്ല എങ്ങനെയൊക്കെ ചോദ്യം ചോദിക്കും. അതുകൊണ്ടാണ് പറഞ്ഞത്. ഇനി മുഴുവൻ സമയ അംഗങ്ങൾ, കാരണം അത് പ്രവർത്തിക്കാനായിട്ട് അതിൽ മുഴുവൻ സംഖ്യമായിട്ടുള്ള അംഗങ്ങൾ വേണം അല്ലേ. ഇപ്പോൾ നമ്മൾ അതിൻ്റെ ചെയർമാൻ പ്രധാനമന്ത്രിയാണെന്ന് പറയുമ്പോഴും അദ്ദേഹം മുഴുവൻ സമയം നീതി ആയോഗിൽ ഇരിക്കാൻ പറ്റുമോ? പറ്റില്ല. അപ്പോൾ അതിന് പകരം ആരവിടെ ഉണ്ടാവും? വൈസ് ചെയർമാൻ ഉണ്ടാവും അല്ലേ. അപ്പോൾ അതേപോലെ മുഴുവൻ സമയ അംഗങ്ങളായിട്ട് അവിടെ ഒരു ഉപാധ്യക്ഷൻ ഉണ്ടാവും. ഓക്കെ, ഉപാധ്യക്ഷൻ ഉണ്ടാവും, വൈസ് ചെയർപേഴ്സൺ ഉണ്ടാവും. അത് ആരാണ്? പ്രധാനമന്ത്രി നിയമിക്കുന്ന വ്യക്തിയായിരിക്കും. പ്രധാനമന്ത്രി നിയമിക്കുന്ന വ്യക്തിയായിരിക്കും അവിടെ ആരായിട്ടുണ്ടാവുക? വൈസ് ചെയർപേഴ്സൺ അല്ലേ. അതായത് വൈസ് ചെയർപേഴ്സണിലായിട്ട് ഉണ്ടാവുക.
ഓക്കെ, ഉപാധ്യക്ഷനായിട്ട് ഉണ്ടാവുക മുഴുവൻ സമയ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് അല്ലേ. അത് സംഭവം ഈ നീതി ആയോഗിൻ്റെ പ്രവർത്തനങ്ങൾ കൃത്യമായിട്ട് പോകണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മുഴുവൻ സമയമായി അവിടെ അംഗങ്ങൾ വേണം അല്ലേ. അതായത് നമ്മുടെ ചെയർമാൻ, അതായത് അധ്യക്ഷനായിട്ടുള്ള പ്രധാനമന്ത്രി അവിടെ ഫുൾ ടൈം ഉണ്ടാവില്ല. അതിന് പകരം ആരേ ഉണ്ടാവുള്ളൂ? ഉപാധ്യക്ഷനായിരിക്കും ഉണ്ടാവുക. അധ്യക്ഷന് പകരം ഉപാധ്യക്ഷനായിരിക്കും. ആ ഉപാധ്യക്ഷനെ ആരാണ് നിയമിക്കുന്നത്? പ്രധാനമന്ത്രിയാണ് നിയമിക്കുന്നത്. അധ്യക്ഷനാണ് ഉപാധ്യക്ഷനെ നിയമിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. ഇനി അടുത്ത് നോക്കുക, 4 സ്ഥിര അംഗങ്ങൾ ഉണ്ടാവും. സ്ഥിരാംഗങ്ങൾ അവിടെ ഉണ്ടാവും. എത്രയായിരിക്കും? 4 സ്ഥിരാംഗങ്ങളായിരിക്കും ഉണ്ടായിരിക്കുക. 4 സ്ഥിരാംഗങ്ങൾ ഉണ്ടായിരിക്കും. അതായത് അതുകൂടാതെ തന്നെ താൽക്കാലിക അംഗങ്ങളും ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഉപാധ്യക്ഷൻ ഉണ്ടാവും. മുഴുവൻ സമയ അംഗങ്ങളുടെ കാര്യമാണ് പറയുന്നത്. അതിനകത്തുള്ള മുഴുവൻ സമയ അംഗങ്ങളുടെ കാര്യമാണ് ഈ പറയുന്നത്. ഓക്കെ, ആ അംഗങ്ങളിൽ ഉപാധ്യക്ഷൻ ഉണ്ടാവും. പിന്നെ സ്ഥിര അംഗങ്ങൾ ഉണ്ടാവും. അത് 4 സ്ഥിരാംഗങ്ങളായിരിക്കും ഉണ്ടാവുക. നമ്പർ പഠിച്ചു വയ്ക്കുക. അതുകൂടാതെ തന്നെ താൽക്കാലിക അംഗങ്ങൾ ഉണ്ടാവും. അതായത് പ്രധാന സർവകലാശാലകളിലും ഗവേഷണ സ്ഥാപനങ്ങളിലുമുള്ള 2 വ്യക്തികൾ താൽക്കാലിക അംഗങ്ങളായിട്ട് അവിടെ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ടാവും. ഓക്കെ, 4 സ്ഥിരാംഗങ്ങൾ ഉണ്ടായിരിക്കും. അതുകൂടാതെ 2 താൽക്കാലിക അംഗങ്ങൾ ഉണ്ടാവും. പിന്നീട് നോക്കുക, അനൗദ്യോഗിക അംഗങ്ങളുണ്ടാവും. ഓക്കെ, ഇനി അനൗദ്യോഗിക അംഗങ്ങളാണ്. ഇതൊക്കെ ജസ്റ്റ് അതൊന്ന് ബേസിക് ആയിട്ട് മനസ്സിലാക്കേണ്ടേ ഉള്ളൂ കേട്ടോ. ഇതൊന്നും അങ്ങനെ ഡീപ്പായിട്ട് പോകണ്ട. അതുകൊണ്ടാണ് ജസ്റ്റ് പറഞ്ഞു പോകുന്നത്. ഓക്കെ, അനൗദ്യോഗിക അംഗങ്ങൾ പ്രധാനമന്ത്രി നാമനിർദ്ദേശം ചെയ്യുന്ന 4 കേന്ദ്രമന്ത്രിമാർ അനൗദ്യോഗിക അംഗങ്ങളായിട്ട് അവിടെ ഉണ്ടാവും. ഓക്കെ അല്ലേ. ഇതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ഉപാധ്യക്ഷൻ്റെ കാര്യമാണ്, പ്രധാനമന്ത്രി നിയമിക്കുന്ന ഉപാധ്യക്ഷൻ അല്ലേ. ഇനി അതുകൂടാതെ തന്നെ സ്ഥിരാംഗങ്ങൾ 4 പേര്, താൽക്കാലിക അംഗങ്ങളായിട്ടുള്ള 2 പേര്, അനൗദ്യോഗിക അംഗങ്ങളായിട്ടുള്ള 4 പേര്. പിന്നീട് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ, അതാണ് CEO എന്ന് പറഞ്ഞിട്ട് നമ്മൾ പറഞ്ഞില്ലേ, ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ. ഒരു നിശ്ചിത കാലയളവിലേക്ക് പ്രധാനമന്ത്രിയാണ് അദ്ദേഹത്തെയും നിയമിക്കുന്നത്. പ്രധാനമന്ത്രി തന്നെയാണ് CEOനെയും നിയമിക്കുന്നത്. ഓക്കെ അല്ലേ, ക്ലിയർ. ഇനി അടുത്ത് നോക്കൂ, നീതി ആയോഗിൻ്റെ പ്രധാന ദൗത്യങ്ങളെ പറ്റിയിട്ടാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അതിൽ ആദ്യത്തേതാണ് ശൂന്യ ക്യാമ്പയിൻ. എന്താണ് ശൂന്യ ക്യാമ്പയിൻ എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. ഇലക്ട്രിക് വാഹനങ്ങളെ പ്രോത്സാഹിപ്പിച്ച് വായു മലിനീകരണം കുറയ്ക്കാൻ ലക്ഷ്യമിട്ടിട്ടുള്ള ഒരു പദ്ധതിയാണ് ഈ ശൂന്യ ക്യാമ്പയിൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നീതി ആയോഗിൻ്റെ പ്രധാന ദൗത്യങ്ങളാണ് നമ്മൾ പറയുന്നത്. പ്രധാനപ്പെട്ട ഒരുപാട് ദൗത്യങ്ങളുണ്ട്. ഇതെല്ലാം പറഞ്ഞു പോയി കഴിഞ്ഞാൽ നീതി ആയോഗ് തന്നെ നമുക്ക് ഒരു ചുമ പഠിക്കാണ് അല്ലേ. അങ്ങനെയൊന്നും പഠിക്കണം. നമുക്ക് പരീക്ഷയ്ക്ക് മാർക്ക് കിട്ടുന്ന കാര്യങ്ങൾ മാത്രം നോക്കിയാൽ മതി. ഇപ്പോൾ നീതി ആയോഗിലെ ആദ്യത്തെ നമ്മൾ ശൂന്യ ക്യാമ്പയിനെ കുറിച്ച് പഠിക്കുകയാണെങ്കിൽ എന്താണ് ശൂന്യ ക്യാമ്പയിൻ എന്ന് വെച്ചാൽ ഇലക്ട്രിക് വാഹനങ്ങളെ പ്രോത്സാഹിപ്പിച്ച് വായു മലിനീകരണം കുറയ്ക്കാൻ ലക്ഷ്യമിട്ടിട്ടുള്ള പദ്ധതിയാണ് ശൂന്യ ക്യാമ്പയിൻ. പിന്നീടോ സ്റ്റേറ്റ് സപ്പോർട്ട് മിഷൻ. എന്താണ് സ്റ്റേറ്റ് സപ്പോർട്ട് മിഷൻ? ഇത് ആദ്യത്തേതൊന്നും പഠിച്ചില്ലേ. ഇനി രണ്ടാമത്തെ നോക്കുക, സ്റ്റേറ്റ് സപ്പോർട്ട് മിഷൻ എന്താണ്? സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും തമ്മിലുള്ള ഘടനാപരമായ ഇടപഴകലുകൾ പ്രോത്സാഹിപ്പിക്കുകയാണ് ഇത് സ്റ്റേറ്റ് സപ്പോർട്ട് മിഷൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യമെന്ന് പറയുന്നത്. എന്താണ്? സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും തമ്മിലുള്ള ഘടനാപരമായ ഇടപഴകലുകളെ പ്രോത്സാഹിപ്പിക്കുക. അപ്പോൾ നമ്മൾ ശൂന്യ ക്യാമ്പയിൻ നോക്കി, സ്റ്റേറ്റ് സപ്പോർട്ട് മിഷൻ നോക്കി. അടുത്തത് മൂന്നാമത്തത് മിഷൻ ലൈഫ്. മിഷൻ ലൈഫ് എന്താണ് മിഷൻ ലൈഫ് എന്നല്ലേ? അതായത് 2022 to 2028 കാലയളവിൽ പരിസ്ഥിതിയെ സംരക്ഷിക്കുന്നതിനായിട്ട് കുറഞ്ഞത് 100 കോടി ഇന്ത്യക്കാരെയും മറ്റ് ആഗോള പൗരരെയും അണിനിരത്താൻ ആരംഭിച്ചിട്ടുള്ള ഒരു പരിപാടിയാണ്, ഒരു പദ്ധതിയാണ് എന്ത് പറയുന്നത്, മിഷൻ ലൈഫ് എന്ന് പറയുന്നത്. അതിൻ്റെ കാലയളവ് 2022 മുതൽ 2028 ആ ഒരു കാലയളവിൽ എന്താണ്, പരിസ്ഥിതിയെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അല്ലേ. പരിസ്ഥിതിയെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് കുറഞ്ഞത് 100 കോടി ഇന്ത്യക്കാരെ മറ്റാഗോള പൗരരെയും അണിനിരത്താൻ ആരംഭിച്ചിട്ടുള്ള ഒരു പദ്ധതിയാണ്. ജസ്റ്റ് ആ പദ്ധതി എന്താണെന്ന് നോക്കിയാൽ മതി. അടുത്ത നാലാമത്തെ നോക്കൂ, ആസ്പിറേഷൻസ് ഡിസ്ട്രിക്ട് പ്രോഗ്രാം, ADP. ഓക്കെ, ആസ്പിറേഷണൽ ഡിസ്ട്രിക്റ്റ് പ്രോഗ്രാം, അത് ADP എന്നറിയപ്പെടുന്നു. ഓക്കെ, ആസ്പിറേഷണൽ ഡിസ്ട്രിക്റ്റ് പ്രോഗ്രാം, ADP എന്ന് പറയുന്നത്. എന്താണ് ADP എന്ന് വെച്ച് കഴിഞ്ഞാൽ രാജ്യത്തുടനീളമുള്ള ഏറ്റവും അവികസിതമായ 112 ജില്ലകളെ വേഗത്തിലും ഫലപ്രദമായും മാറ്റാൻ ലക്ഷ്യമിടുന്ന ഒരു പദ്ധതിയാണ് ആസ്പിറേഷണൽ ഡിസ്ട്രിക്റ്റ് പ്രോഗ്രാം അല്ലെങ്കിൽ ADP. ഇതിൻ്റെ ADPയുടെ പൂർണ്ണനാമമാണ് നമ്മളിവിടെ പറഞ്ഞ ആസ്പിറേഷണൽ ഡിസ്ട്രിക്റ്റ് പ്രോഗ്രാം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് അടുത്തത്. ഓക്കെ, അപ്പോൾ അങ്ങനെ നമ്മൾ എത്ര എണ്ണം നോക്കി? 1 ശൂന്യ ക്യാമ്പയിൻ നോക്കി, 2 സ്റ്റേറ്റ് സപ്പോർട്ട് മിഷൻ നോക്കി, 3 മിഷൻ ലൈഫ് നോക്കി, 4 ആസ്പിറേഷണൽ ഡിസ്ട്രിക്ട് പ്രോഗ്രാം അതായത് ADP നോക്കി അല്ലേ. അപ്പോൾ നീതി ആയോഗുമായി റിലേറ്റ് ചെയ്തിട്ട് കുറേയധികം ഫാക്റ്റുകൾ നോക്കി. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് അത് എപ്പോൾ നിലവിൽ വന്നു, അതുപോലെ തന്നെ അതിൻ്റെ ചെയർമാൻ ആരാണ്, വൈസ് ചെയർപേഴ്സൺ ആരാണ്, അതുപോലെ തന്നെ CEO ആരാണ്, മുൻപത്തെയും നിലവിലെയും അതൊക്കെ പഠിക്കണം. അതുപോലെ തന്നെ അതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളും ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. പിന്നീട് ഇപ്പോൾ പറഞ്ഞിട്ടുള്ള അവയുടെ പ്രധാനപ്പെട്ട പദ്ധതികൾ എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഇപ്പോൾ ക്ലാസ്സിൽ പറഞ്ഞ കാര്യങ്ങൾ നീതി ആയോഗുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അല്ലേ. ഓക്കെ, അപ്പോൾ എന്തായാലും നിങ്ങൾ എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി പഠിക്കുക. ഒരു തവണ കണ്ടു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ
ക്ലിയർ ആയിട്ടില്ല അല്ലെങ്കിൽ കൃത്യമായിട്ട് കുറച്ചുകൂടി ഉണ്ടെങ്കിൽ ഒരു തവണ കൂടെ നിങ്ങൾക്ക് ഇത് കണ്ടു കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും. ചില കാര്യങ്ങൾ ആദ്യമായിട്ട് കേൾക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് മനസ്സിലാക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് വരും, ചിലപ്പോൾ ബോറടിക്കും. പരീക്ഷ കൃത്യമായിട്ട് എഴുതി നല്ല സാലറിയുള്ളൊരു പരീക്ഷയാണ്. അപ്പോൾ ആ ഒരു പരീക്ഷ നല്ല സാലറിയുള്ളൊരു ജോബാണ് കിട്ടുന്നത്. ഈ ഒരു പരീക്ഷയിൽ നിങ്ങൾ നല്ല രീതിയിലുള്ള റാങ്ക് നേടിക്കഴിഞ്ഞാൽ അപ്പോൾ എന്തായാലും കൃത്യമായിട്ട് പഠിക്കുക, നല്ല രീതിയിൽ പഠിക്കാൻ സാധിക്കട്ടെ. എല്ലാവിധ വിജയാശംസകളും. അതുപോലെ തന്നെ നമ്മുടെ ബാച്ചിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്ത് പഠിക്കാം. നമ്മൾ ഓഗസ്റ്റ് 19-നാണ് പുതിയ ബാച്ച് ആരംഭിക്കുന്നത്. അതിൽ ജോയിൻ ചെയ്ത് ഞാൻ നിങ്ങൾക്ക് പരീക്ഷ വരെ ഒപ്പം ഒരു സപ്പോർട്ട് ഉണ്ടാവും, ഒരു മെൻറ്ററുടെ സപ്പോർട്ട് കൂടിയിട്ടായിരിക്കും നിങ്ങൾ പഠിക്കുക. ലൈവ് ക്ലാസ്സുകൾ ഉണ്ടാവും, പരീക്ഷകൾ ഉണ്ടാവും, റെക്കോർഡഡ് ക്ലാസ്സുകൾ, കംപ്ലീറ്റ് സിലബസിൻ്റെ റെക്കോർഡഡ് ക്ലാസ്സുകൾ ഉണ്ടാവും. എല്ലാം അടങ്ങുന്ന കംപ്ലീറ്റ് ആയിട്ടുള്ള കോഴ്സ് നമ്മൾ ആരംഭിക്കുന്നത് ഓഗസ്റ്റ് 19-ന് നമ്മുടെ പേജ് 3 അക്കാദമിയുടെ ആപ്ലിക്കേഷനിലൂടെ ആയിരിക്കും നിങ്ങൾക്ക് ക്ലാസ്സുകളെല്ലാം തന്നെ ലഭിക്കുക. ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ചൂടെ കാണുന്ന നമ്പറിൽ വിളിച്ച് കഴിഞ്ഞ് ഇന്ന് തന്നെ അഡ്മിഷൻ എടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി താങ്ക് യു.